ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബർമാരുടെ തമ്മിലടിയാണ്. അത് യൂട്യൂബിനകത്ത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിലുണ്ട്. ഫാൻസുകാർ തമ്മിൽ അടിക്കുന്നു. ഒരു ബിഗ് ബോസ് തുടങ്ങി അന്നും ഒരു ജാസ്മിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ മത്സരിച്ച് വീഡിയോ ചെയ്തുകൊണ്ട് ഇപ്പം ബിഗ് ബോസ് തീർന്നു കഴിഞ്ഞപ്പോൾ കാണാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബർമാർ. ഇവരൊക്കെ പല സാഹചര്യത്തിൽ പലപ്പോഴായിട്ട് കണ്ടുമുട്ടിയ ആൾക്കാരുമായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ വെച്ച് പരിചയമുള്ളവരുമായിരിക്കും. അതൊക്കെ നമുക്ക് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെളിവാരി എറിയില്ലേ, അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരൊക്കെ നല്ല പരിചയമുള്ള ആൾക്കാരാണെന്ന്. ഇവർ തമ്മിലൊക്കെ ഫോണിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ഇങ്ങനെ വെച്ചിരിപ്പുണ്ട്. എന്നിട്ട് ആവശ്യം വരുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക. എന്തൊരു കഷ്ടമാണിത്. ഇവിടെ ആണെങ്കിൽ ഒരു യൂട്യൂബ് തന്നിട്ട് അത് തിരിഞ്ഞു നോക്കാൻ പോലും ഒരു മനുഷ്യനില്ല. എന്നിട്ട് റീച്ചുള്ള ഇവരുടെ ഇതുമാതിരിയുള്ള കണ്ടൻറ്റുകൾ ഇവരൊക്കെ മനഃപൂർവ്വം ഇറക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സ് വരണ്ടേ, അതിനുവേണ്ടി ആയിരിക്കാം. പുതിയ കാരണങ്ങളായിട്ട് വന്നു. ഇപ്പോൾ ബിഗ് ബോസ് തീർന്നപ്പോൾ പുതിയ കാരണങ്ങളുമായിട്ട് വന്ന് വോയിസ് കച്ചവടം, നീ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, നീ അവളെ അങ്ങനെ പറഞ്ഞില്ലേ, നീ അങ്ങനെ ചെയ്തിട്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞുകൊണ്ടിരിക്കുക. അത് കാണാനും കേൾക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ കണ്ണം തള്ളിയിരിക്കുക. മഹാ കഷ്ടം തന്നെ കേട്ടോ അത്. ഈ യൂട്യൂബർമാരുടെ തമ്മിലടി നമ്മളൊന്നും കേട്ടു നോക്ക്. ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ ഒരു പരസ്പരം അറിയാവുന്ന ആൾക്കാർ, ഇവർക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇവരുടെ ഇടയിൽ. ഇതൊക്കെ ഇവരാവശ്യമുള്ള സമയത്ത് എടുത്തെറിയും. പരസ്പരം കൂട്ടുകാരവരൊക്കെ ആവശ്യമുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിയുക. കാരണം റീച്ച് കൂട്ടാൻ വേണ്ടി, അല്ലാതെ എന്തിനാ.